എല്ലാവരും പറ നന്മയ്ക്ക്. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നിങ്ങൾ ആയിരിക്കുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കരയത്തക്ക നിലകളിലുള്ള വിഷയങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഓർത്തോ, അത് നന്മയ്ക്ക്. കാരണം വാഗ്ദത്തത്തിന്റെ റൂട്ടിലാണ് നീ നിൽക്കുന്നത്. വാഗ്ദത്തത്തിന്റെ റൂട്ടിൽ നീ നിൽക്കുമ്പോൾ അറിയുക, പിശാച് അതിനെ തടയാൻ ഒത്തിരി ശ്രമങ്ങൾ നടത്തും. പക്ഷേ ദൈവം പിശാചിന്റെ സകല ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയിട്ട് വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ വാഗ്ദത്തം കൈമാറിയവൻ നടത്തും. എത്ര തടസ്സങ്ങളെ കൊണ്ടുവന്നാലും, എവിടൊക്കെ പരിമിതികളിട്ട് നിർത്താൻ ശ്രമിച്ചാലും അതിനപ്പുറത്തേക്ക് നടത്താൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് വാതുറന്ന് ഇന്ന് പകൽ പറഞ്ഞു. എല്ലാരും പറ, ഇതെല്ലാം നന്മയ്ക്ക്. എല്ലാം ചിലര് പറയുന്നില്ല, എല്ലാം നന്മയ്ക്ക്. നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ എല്ലാം നന്മയ്ക്കാണ്. ഞാൻ അതാണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. എല്ലാം നന്മയ്ക്ക്. നിങ്ങൾ കരഞ്ഞത് നന്മയ്ക്ക്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതും നന്മയ്ക്ക്. അത് ഞാൻ വിശദീകരിക്കും. കർത്താവിൽ നിങ്ങളായിട്ടും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചത് നന്മയ്ക്ക്. ഞാൻ വിശദീകരിക്കാൻ പോകും. കർത്താവിലായിട്ടും എന്താ കർത്താവേ എൻ്റെ ജീവിതം ഇങ്ങനെ എന്ന് ചോദിച്ചതും നന്മയ്ക്ക്. അത് വിശദീകരിക്കാൻ പോവാ. ദയവായി വായിച്ചാട്ട് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. ഓക്കെ. എല്ലാരും പറ, സകലത നന്മയ്ക്ക്. വചനം കേട്ടോണോ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ സകലതും എന്നതിനകത്ത് എല്ലാം ഉണ്ട്. സുഖമുണ്ട്, ദുഃഖമുണ്ട്, സകലതും നന്മയ്ക്ക്. എല്ലാവരും പറഞ്ഞ് സകലതും നന്മയ്ക്ക്. നിങ്ങളോടെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തം കർത്താവ് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ദൈവ പദ്ധതി വ്യക്തമായി കർത്താവ് അറിയിച്ചിട്ടുണ്ട്. ദൈവത്തിന് എന്നോടുള്ള വാഗ്ദത്തം അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞേ, ദൈവം എന്നോട് വാഗ്ദത്തം അറിയിച്ചിട്ടുണ്ട്. എന്താണ് വാഗ്ദത്തം? വാഗ്ദത്തം എന്നത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വാക്കാണ്. വാഗ്ദാനം ഒരു ഉറപ്പാണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന എന്താണോ നിങ്ങൾക്ക് നൽകിയ ഉറപ്പ്, ദൈവത്തിൽ നിന്ന് ലഭിച്ചത്, അത് നിവൃത്തിയാവും. ആ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എത്ര പേര് അറിയുന്നു? എല്ലാവരും പറഞ്ഞേ, വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തം സൗഖ്യമാകാം. ആ സൗഖ്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തം ഒരു ഭവനമാകാം. ആ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തം സ്ഥലമാകാം. അതിലേക്ക് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തം തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്കാകാം. അതിലേക്ക് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേര് അറിയുന്നുണ്ട് വാഗ്ദത്തങ്ങളിലേക്ക് നടത്തുന്ന ദൈവം? വാഗ്ദത്തങ്ങളിലേക്ക് ഒരു യാത്രയുണ്ട്, ഒരു റൂട്ടുണ്ട്. നിങ്ങളിപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് വന്നു, ആരാധനയ്ക്കായി ഇരിക്കുന്നു. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ നിങ്ങൾക്കൊരു റൂട്ടുണ്ട്, നിങ്ങൾക്കൊരു വഴിയുണ്ട്. ആ റൂട്ടിലൂടെ നിങ്ങൾ ചെല്ലുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്താനുള്ള റൂട്ടിൽ നിങ്ങൾ സഞ്ചരിച്ച് വീട്ടിലെത്തുന്നത് പോലെയാണ് വാഗ്ദത്തങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന നിങ്ങൾക്കൊരു റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾ വാഗ്ദത്തത്തിലെത്തും. പക്ഷെ ഇവിടുന്ന് നിങ്ങൾ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്? സ്വന്തമായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയുക എന്തൊക്കെ ശ്രദ്ധിക്കണം. എതിരെ വരുന്ന വാഹനങ്ങൾ, കിട്ടിയ വഴിയിലൂടെ ഒന്നും പോകാനായിട്ട് നമ്മൾ ഓടിക്കുന്ന വാഹനത്തെ കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ റൂട്ടിൽ തന്നെ പോകണം. എതിരെ വരുന്ന വാഹനത്തെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. വാഹനത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ ശ്രദ്ധിക്കണം. ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട്. വാഗ്ദത്തത്തിന്റെ റൂട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നേറിയാൽ വാഗ്ദത്തം നിവർത്തിയാകും. വാഗ്ദത്തം നിവർത്തിയാകും. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കാൻ പോകുന്നതിന്റെ വെളിപ്പാടുകൾ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. നിന്റെ വാഗ്ദത്തം നിറവേറാൻ പോകുന്നതിന്റെ വെളിപ്പാടുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിനക്ക് കൈമാറാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ എന്ന് പറഞ്ഞ ദൂതനെ ഇന്ന് പകൽക്കാലം ഒന്ന് സ്വീകരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറഞ്ഞു, ആ വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം എന്നെ കയറ്റാൻ പോകുന്ന റൂട്ട് എനിക്ക് നൽകിയിരിക്കുന്നു. ഞാൻ ആ റൂട്ടിൽ സഞ്ചരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആർക്കാണ് എല്ലാം നന്മയാകുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. എല്ലാവരും പറ നന്മയ്ക്ക്. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നിങ്ങൾ ആയിരിക്കുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കരയത്തക്ക നിലകളിലുള്ള വിഷയങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഓർത്തോ, അത് നന്മയ്ക്ക്. കാരണം വാഗ്ദത്തത്തിന്റെ റൂട്ടിലാണ് നീ നിൽക്കുന്നത്. വാഗ്ദത്തത്തിന്റെ റൂട്ടിൽ നീ നിൽക്കുമ്പോൾ അറിയുക, ഒരുപാട് കാര്യങ്ങള് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്തെന്നറിയാമോ? പിശാച് അതിനെ തടയാൻ ഒത്തിരി ശ്രമങ്ങൾ നടത്തും. പക്ഷെ ദൈവം പിശാചിന്റെ സകല ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയിട്ട് വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ വാഗ്ദത്തം കൈമാറിയവൻ നടത്തും. അതൊന്ന് വിശ്വസിച്ച് പറഞ്ഞ്, കർത്താവ് വാഗ്ദത്തങ്ങളിലേക്ക് നടത്തും. എത്ര തടസ്സങ്ങളെ കൊണ്ടുവന്നാലും, എവിടൊക്കെ പരിമിതികളിട്ട് നിർത്താൻ ശ്രമിച്ചാലും അതിനപ്പുറത്തേക്ക് നടത്താൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് വാതുറന്ന് ഇന്ന് പകൽ പറഞ്ഞു. ഈ പകൽ നിന്നിലേക്ക് വിടുതലിന്റെ അന്തരീക്ഷത്തെ ആത്മാവ് കൈമാറുകയാണ്. അധരങ്ങൾ തുറന്നു പറഞ്ഞു, യേശു നടത്തും.